represent you are not students. അപ്പോൾ ആ ഒരു സ്റ്റുഡൻസ് അല്ലാത്ത എന്നാൽ ഈ സ്ഥാപനത്തിന്റെ നന്മയും ഈ സ്ഥാപനത്തിന്റെ എല്ലാ വെൽവിഷേഴ്സുമായിട്ട് നമ്മെ ആഗ്രഹിക്കുന്ന വെൽവിഷേഴ്സ് ആയിട്ടുള്ള നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് അതും നല്ല നല്ല ജോലികളിലായിരിക്കുന്നവർ ഇതര സ്ഥലങ്ങളിൽ നിന്നും യോജിച്ച് ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ വലിയൊരു സന്തോഷത്തിന്റെ അവസരം. ഇത്രയും പേര് ഈ ഒരു ബാച്ചിൽ നിന്ന് തന്നെ വരിക എന്ന് പറയുന്നത് നല്ല കാര്യം. കഴിഞ്ഞ വർഷം ഇതുപോലെ ഒരു അലുമിനി മീറ്റിംഗ് ഇവിടെ ചേർന്നത് എന്തോ ഭാഗ്യക്കേട് കൊണ്ട് ഞങ്ങൾക്ക് ആർക്കും സംബന്ധിക്കാൻ സാധിച്ചില്ല. അതിന്റെ ഒരു ഭയങ്കര ഒരു കുറ്റബോധം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ സമയത്ത് വേറെ 4 പ്രോഗ്രാംസ് എനിക്ക് ഉണ്ടായിരുന്നു. അതൊന്നും വേണ്ടെന്ന് വെച്ചിട്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കൂടിയില്ലെങ്കിൽ പിന്നെ അത് എന്റെ ഭാഗത്തു നിന്ന് ഏറ്റവും വലിയൊരു കുറ്റമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രൂപ്പിൽ ആയിരിക്കാൻ വേണ്ടിയിട്ട് ഈ മീറ്റിംഗ് കൂടാൻ വേണ്ടി വന്നു. ഇങ്ങനെ ഒരു അലുമിനി മീറ്റിംഗ് പഠനത്തിന് പോയിട്ട് വരും, പഠിക്കാൻ പോലും ജീവിതത്തിൽ പഠനം ആവശ്യമാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജോലിക്കാരാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും പഠനം നിർത്തരുത്. ഒരു കാരണവശാൽ പഠനം നിർത്തി കഴിഞ്ഞാൽ ജീവിതം അവിടെ ജീവിതത്തിൽ പുതിയ സോഫ്റ്റ്വെയറുകളേക്കും അതുമായിട്ട് ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. മാത്രമല്ല നമുക്കത് ആ ഒരു രീതിയിൽ ചിന്തിച്ച നല്ലതായിരിക്കും. ഇപ്പോൾ ഒത്തിരി താല്പര്യമെടുത്ത് നേതൃത്വമെടുത്ത് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി നേരത്തെ ഒരു ദിവസം ഇവിടെ വന്ന കാര്യങ്ങൾ അന്വേഷിച്ചു. അതൊക്കെ ഒത്തിരി സന്തോഷം. ഏതായാലും നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടുന്നത് നല്ലതാണ്. പല വർഷത്തിലൊന്നും ഒരിക്കലും ഒരുമിച്ച് കൂടുമ്പോൾ ഒത്തിരി അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ മറക്കാൻ പറ്റും. എന്താ എനിക്ക് തോന്നുക. ഞങ്ങൾ പലപ്പോഴും ഒരുമിച്ച് കൂടുന്നത് കൂടിയിട്ടാണ് ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ലോകം, നമ്മുടെ വീട് ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളൊക്കെ മിക്കവാറും മാറ്റിയിടാകും, അവരുടെ കുടുംബങ്ങളാകും, മറ്റ് ജോലിയുടേതായ പ്രശ്നങ്ങളുണ്ടാകും, ഒത്തിരി പ്രാരംഭങ്ങളുണ്ടാകും. അപ്പോഴൊരു ദിവസം ഒന്ന് മാറി നിന്ന് ചിന്തിക്കാനും പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും ആ പഴയവരുടെ മാറ്റങ്ങളൊന്ന് പ്രദർശിക്കാനും ഒരു മുട്ട മാത്രമേ ബാക്കിയൊക്കെ സേവാ. എല്ലാവരിലും മാറ്റം ഉണ്ടാകണം. ബാക്കി എല്ലാം ആ രീതിയിൽ എല്ലാ മാറ്റങ്ങളും ഉണ്ടാകുന്നത് നല്ലതാണ്, നല്ല കാര്യം. നിങ്ങൾക്ക് ആർക്കും വിജയിച്ചും കണ്ടില്ല വർഷമായിട്ട്. എല്ലാം സാധാരണ പിന്നെ ഒരു ഗേൾസിന് നിങ്ങളെ മാറ്റങ്ങളുടെ കാലമൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞാൽ 3 സംബന്ധിക്കുന്നവരെ വരുള്ളൂ, 3 വർഷക്കാരെ 4 വർഷക്കാരെ വരുള്ളൂ. ആ രീതിയിൽ എല്ലാവരും ഒരുമിച്ച് പോകുന്നു. ഞാൻ ഓർത്തത് കുറച്ചുകൂടെ ഈ സീനിയേഴ്സ് വരുമെന്ന് ഓർത്തു. സീനിയേഴ്സിനോട് നമ്മൾക്ക് പറയാനായിട്ട് ഒത്തിരി അറേഞ്ച് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. ഇനി എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് ഒരു ഓർഗനൈസ്ഡ് ആയിട്ടൊരു അലുമിനി ഉണ്ടാകണം. അതിന് വേണ്ടിയിട്ടൊരു ഇന്ന് തന്നെ ഇപ്പൊ അടുത്തൊരു വർഷം ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബാച്ചിൽ നിന്ന് തന്നെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ, പ്രസിഡന്റ്, ഒരു സെക്രട്ടറി അപ്പൊ ആ രീതിയിൽ ഒരു അസോസിയേഷൻ ഫോം ചെയ്തിട്ട് അത് രൂപീകരിച്ച് ഉത്തരവാദിത്തം എടുത്ത് മറ്റുള്ള സീനിയേഴ്സിനെ ഉൾപ്പെടുത്തുക. ഞങ്ങൾ അതിനെക്കുറിച്ച് സ്റ്റാഫ് മീറ്റിംഗും കൂടി ചിന്തിച്ചിരുന്നു. നമ്മുടെ റൈസൻ സാറിനെ അതിന്റെ ഉത്തരവാദിത്തം സ്റ്റാഫ് കോർഡിനേറ്റർ ആയിട്ട്